ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ശ്ലീഹാക്കാലം 5-ാം ഞായറാഴ്ചയിലേക്ക് നാം കടന്നിരിക്കുകയാണ്. നമുക്കറിയാം, ശ്ലീഹന്മാർ ഈശോയുടെ സുവിശേഷം തങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ പ്രഘോഷിച്ചതിനെ അനുസ്മരിച്ചുകൊണ്ടും സഭയുടെ വളർച്ചയിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ അതെത്രമാത്രം സ്വാധീനം ചെയ്തു എന്ന് വ്യക്തമാക്കിക്കൊണ്ടും നമ്മളുടെയും പ്രേക്ഷിത ചൈതന്യം വളർത്തുവാനായി തിരുസഭാ മാതാവ് നൽകിയിരിക്കുന്ന ഒരു ആത്മീയ കാലഘട്ടമാണ് ശ്ലീഹാക്കാലം. ഇന്നത്തെ സുവിശേഷം ശ്ലീഹന്മാരെ അയക്കുന്നതിനെക്കുറിച്ചുള്ള അതിൻ്റെ അനന്തരഫലങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം നമുക്കറിയാം. ശ്ലീഹന്മാരെ തിരഞ്ഞെടുക്കുന്നു, അവരെ അയക്കുന്നു. അതിനുശേഷം ഈ 10-ാം അധ്യായം 16-ാം വാക്യം മുതൽ 33 വരെയുള്ള ഇന്നത്തെ തിരുവചന ഭാഗങ്ങൾ എസ്കറ്റോളജിക്കൽ ഡിസ്കോഴ്സ് എന്ന് പറയും. അതായത് ഈ ശ്ലീഹന്മാരുടെ ദൗത്യം വരാനിരിക്കുന്ന കാലങ്ങളിലും എങ്ങനെയാണ് വരാൻ പോകുന്നത് എന്ന് ഈശോ വ്യക്തമാക്കുകയാണ്. അവരെ സ്വീകരിക്കുകയും അതേസമയം തിരസ്കരിക്കുകയും ചെയ്യും. ലോകാവസാനം വരെയും ഒരു പട്ടണത്തിന് അടുത്ത പട്ടണത്തിലേക്ക് ഓടിപ്പോകേണ്ടി വരും. അങ്ങനെ ശ്ലീഹന്മാരുടെ ദൗത്യം എത്രമാത്രം ശ്രമകരമാണ്, ദൈവികമായ ദൗത്യമാണ്. പക്ഷേ മാനുഷികമായ തടസ്സങ്ങൾ, തിന്മയുടെ ശക്തികൾ എത്രമാത്രം ഇതിന് തടസ്സം നിൽക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യ ബോധം ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് പകർന്നു കൊടുക്കുകയാണ്. ട്രഷർ ഇൻ ക്ലേ, മൺപാത്രത്തിലെ നിധി. ഇന്നത്തെ ലേഖനത്തിൽ 2 കൊറിന്തോസ് 4-ാം അധ്യായം 7 മുതൽ ഉള്ള വാക്യത്തിൽ പരമമായ ശക്തി ദൈവത്തിൻ്റേതാണ്, ഞങ്ങളുടേതല്ല എന്ന് വെളിപ്പെടുത്തുന്നതിനാണ് ഈ നിധി മൺപാത്രങ്ങളിലാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. പ്രസിദ്ധ സുവിശേഷ പ്രഘോഷകനായ ഫുൾട്ടൺ ജെ ഷീൻ തൻ്റെ മരണത്തിന് തൊട്ട് മുമ്പ് പ്രസിദ്ധീകരിച്ച 1989 പ്രസിദ്ധീകരിച്ച ആത്മകഥയുടെ പേര് ട്രഷർ ഇൻ ക്ലേ എന്നാണ്. മൺപാത്രങ്ങളിൽ നിധി നിക്ഷേപിച്ചിരിക്കുന്നു. അതാണ് പൗരോഹിത്യം, ശ്ലൈഹിക ശുശ്രൂഷ. ശ്ലീഹന്മാരുടെ ശുശ്രൂഷ വളരെ വൾണറബിളാണ്, അതേസമയം ശക്തി നിറഞ്ഞതുമാണ്. അപ്പോൾ ഈശോ അവർക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. ഈ ശുശ്രൂഷ നിർവഹിക്കണമെങ്കിൽ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കണം. ദൈവികമായൊരു പ്രവൃത്തിയാണ് ഈ ശ്ലൈഹിക ശുശ്രൂഷ, പ്രേക്ഷിത പ്രവർത്തനം. വെറും ബാഹ്യമായ ഒരു പ്രചാരണ പരിപാടിയല്ല, എന്തെങ്കിലും പദ്ധതി ആസൂത്രണം ചെയ്ത് നടത്തുന്ന മാനുഷികമായ പ്രവർത്തനമല്ല, ദൈവത്തിൻ്റെ പ്രവർത്തനത്തിലുള്ള പങ്കുചേരലാണ്. അതുകൊണ്ട് ഈശോ വളരെ 1-ാമത്തെ വാക്യം തന്നെ ഞെട്ടിക്കുന്നതാണ്. 10-16 ചെന്നായ്ക്കളുടെ ഇടയിൽ ചെമ്മരിയാടുകൾ എന്നതുപോലെ നിങ്ങളെ ഞാൻ അയക്കുന്നു. നമുക്കറിയാം, മെസ്സിയാനിക യുഗം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഏശയ്യായുടെ പ്രവചനം 11:6 ചെന്നായ്ക്കളും ചെമ്മരിയാടുകളും ഒന്നിച്ച് വസിക്കുന്ന, സ്നേഹിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും എന്നുള്ള പ്രവചനം. അത് യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടി നിങ്ങളെ അയക്കുകയാണ്. ചെന്നായ്ക്കളെ പോലെയുള്ളവരെ ചെമ്മരിയാടുകളെ പോലെ ആക്കണമില്ല, അതുപോലെയുള്ള മനോഭാവത്തിലേക്ക് കൊണ്ടുവരണം. പക്ഷേ ചെന്നായ്ക്കളുടെ ഇടയിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ചെമ്മരിയാടുകൾ എന്നതുപോലെ അയക്കുന്നു. അപ്പോൾ അവർ വളരെയധികം ശ്രദ്ധിക്കണമെന്ന് ഈശോ പറയുകയാണ്. അതുകൊണ്ട് നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ വിവേകമതികളും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരമായിരിക്കുവിൻ. ആദിമസർപ്പം ജീവികളിൽ ഏറ്റവും കൗശലക്കാരനെന്നാണ് ഉൽപ്പത്തി പുസ്തകം പറയുന്നത്. അപ്പോൾ കൗശലക്കാരനായ സർപ്പം എന്ത് ചെയ്യുന്നു? പാപത്തിൽ വീഴിക്കുന്ന ആ ചരിത്രമുണ്ട്. ഇവിടെ സർപ്പങ്ങളെപ്പോലെ വിവേകികളാകുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം കാലത്തിൻ്റെ ചലനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വിവേകത്തോടുകൂടി തങ്ങളുടെ പ്രവർത്തനങ്ങൾ നടത്തണം എന്ന് മുന്നറിയിപ്പ് നൽകുകയാണ്. ഒരു സർപ്പം അതിനെ കൊല്ലാൻ വരുമ്പോൾ അതിൻ്റെ തലയ്ക്ക് പരിക്കേൽക്കാതിരിക്കുവാൻ അതിൻ്റെ വാലുകൊണ്ടും ശരീരം കൊണ്ടും തല സംരക്ഷിക്കുവാൻ ശ്രമിക്കും എന്നാണ് സെൻ്റ് അഗസ്റ്റിൻ പറയുന്നത്. ഇതുപോലെ ഉള്ള ഒരു സ്വയം സംരക്ഷണം ഈ ശ്ലീഹന്മാർ നടത്തണം എന്ന് കർത്താവ് പറയുകയാണ്. അങ്ങനെ സ്വയം സംരക്ഷിച്ചുകൊണ്ട് തന്നെ വിവേകത്തോടുകൂടി കുഴപ്പങ്ങളിൽ എടുത്തു ചാടാതെ മുന്നോട്ട് പോകണം. അതുപോലെ പ്രാവുകളെപ്പോൾ നിഷ്കളങ്കരാകുക. ഈ സർപ്പങ്ങളുടെ കൗശലങ്ങളും ചതികളിലും പെട്ട് വീണ്ടും നമ്മൾ ചതിയന്മാരാകാൻ പാടില്ല. നമ്മൾ നിഷ്കളങ്കത വെടിയാൻ പാടില്ല. ശ്ലൈഹിക ശുശ്രൂഷയുടെ നിഷ്കളങ്കത, ആത്മാർത്ഥത, സത്യസന്ധത അത് വെടിയാതെ മുന്നോട്ട് പോകണം എന്ന് ഈശോ അവരോട് ആവശ്യപ്പെടുകയാണ്. ഇത് സുവിശേഷം അറിയാത്ത ജനങ്ങളെ സുവിശേഷം പ്രഘോഷിക്കുന്ന കെരിഗ്മ എന്ന് പറയും.
ആ കെരിഗ്മയുടെ കാലഘട്ടത്തിൽ ഒരുപാട് എതിർപ്പുകൾ, വെല്ലുവിളികൾ നേരിട്ടിരുന്നു. പക്ഷേ അതിനുശേഷം സഭകൾ സ്ഥാപിച്ചപ്പോൾ അവിടെയും വിഭാഗീയതകളും കുഴപ്പങ്ങളും എല്ലാം ഉണ്ടാകുന്നതായിട്ട് പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിൽ കാണുന്നുണ്ടല്ലോ. പിന്നീട് സഭയുടെ ചരിത്രത്തിൽ തന്നെ ശ്ലൈഹിക അധികാരത്തെയും സൈഹികമായ നിർദ്ദേശങ്ങളെയും അധ്യവസാനങ്ങളെയും എല്ലാം പ്രബോധനങ്ങളെല്ലാം തിരസ്കരിക്കുന്ന ഹെറസികൾ അല്ലെങ്കിൽ തെറ്റായ പ്രബോധനങ്ങൾ, പാഷണ്ഡതകൾ ഉണ്ടാകുന്നുണ്ട്. ഷിസംസ്, അത് പറഞ്ഞാൽ സഭയിൽ നിന്നും വിഘടിച്ചു പോകുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ലോകാവസാനം വരെയും ഇങ്ങനെയുള്ള ലൗകികമായ ചിന്തകൾ ഒക്കെ സഭയിൽ ശക്തമായി വരും. അതിൻ്റെ പ്രചണ്ഡമായ കൊടുങ്കാറ്റുകൾ ഉയരും. അതിലൊന്നും തളർന്നു പോകാതെ മുന്നോട്ട് പോകണമെന്ന് ഈശോ സഭയ്ക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പാണിത്. എന്നിട്ട് ഈശോ പറയുകയാണ് 17-ാം അധ്യായത്തിൽ, മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. അപ്പോൾ സിനഗോഗുകൾ, സംഘങ്ങൾ, അത് യഹൂദരുടെ സംഘങ്ങൾ ആകാം. തുടർന്ന് പറയുന്നുണ്ട് വിജാതിയരുടെ സിനഗോഗുകളിൽ അവർ നിങ്ങളെ മർദ്ദിക്കും. ഈശോ അവർക്ക് ഉണ്ടാകാൻ പോകുന്ന പീഡനങ്ങളുടെ എണ്ണി പറയുകയാണ്. ഒന്നാമത് പറയുന്നത് നിങ്ങളെ അവർ മർദ്ദിക്കും, നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും. ഈശോയെ മരണത്തെ ഏൽപ്പിച്ചു കൊടുത്തുന്ന ഉപയോഗിക്കുന്ന വാക്ക് തന്നെയാണ്. നിങ്ങളെയും ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളെയും കൊല്ലാൻ കൊടുക്കുമെന്ന് തന്നെയാണ്. നാടുവാഴികൾ അവർ നിങ്ങളെ മർദ്ദിക്കും. നാടുവാഴികളും രാജാക്കന്മാരുടെ സന്നിധിയിലേക്ക് ആനയിക്കപ്പെടും. ഇത് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത്, യഹൂദന്മാർ തന്നെ ഈ ക്രിസ്ത്യാനികൾ സ്വയം അവരുടെ സംഘങ്ങൾ, അവരുടെ പ്രാർത്ഥനാ സംഘങ്ങളായി മാറിയപ്പോൾ ക്രിസ്ത്യാനികൾക്കെതിരായ പ്രാർത്ഥനകൾ അവർ തന്നെ ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. അതിന് പറയുന്ന പേരാണ് ബിർഖാത്ത് ഹാ മിനിം. AD 85 മുതലെങ്കിലും യഹൂദ പ്രാർത്ഥനകൾ സ്ഥാനം പിടിച്ചു. അതായത് നസ്രായർക്ക് നാശം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. പിന്നീട് നമുക്കറിയാം മതങ്ങളുടെ ചരിത്രത്തിൽ മറ്റ് മതങ്ങൾ നശിച്ചു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ആ ഒരു രീതി ഉളവാകുന്നതായിട്ട് നമുക്ക് കാണാം. അങ്ങനെ ഇപ്പോഴും അങ്ങനെ പ്രാർത്ഥിക്കുന്ന വിഭാഗങ്ങളുണ്ട്. നസ്രായർ, ക്രിസ്ത്യാനികൾ, യഹൂദരൊക്കെ നശിച്ചു പോകട്ടെ. അപ്പം അങ്ങനെയുള്ള അവരെ ഇല്ലാതാക്കുവാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമവും നടത്തുമെന്നാണ്. അവർ നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും സന്നിധി നയിക്കപ്പെടും. പക്ഷേ ഈ പീഡകൾക്കിടയിലും ഈശോ അനുഗ്രഹങ്ങൾ വാഗ്ദാനം ചെയ്യുകയാണ്. അതാണ് ഓരോ പീഡനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അനുഗ്രഹം പറയുകയാണ്. എന്താണ്? വിജാതിയരുടെ മുമ്പാകെ നിങ്ങൾ സാക്ഷ്യം നൽകും. വിറ്റ്നസ്, മാർട്ടിയർ എന്ന് പറഞ്ഞാൽ സാക്ഷ്യം നൽകുന്നവൻ, സഹത. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മിശിഹായ്ക്ക് നിങ്ങൾ സാക്ഷ്യം നൽകും. നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എന്ത് പറയണമെന്ന്, എങ്ങനെ പറയണമെന്ന് ആകുലപ്പെടേണ്ട. ഈശോ വീണ്ടും പറയാം, ആകുലരാകരുത്, ഭയപ്പെടരുത്. പറയേണ്ടത് നിങ്ങൾക്ക് ആ സമയത്ത് നൽകും. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ്, പിതാവിൻ്റെ ആത്മാവ് നിങ്ങളിലൂടെ സംസാരിക്കും. 20-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്. എന്നിട്ട് വീണ്ടും ഈ ഒരു തിരഞ്ഞെടുപ്പാണ്. ഈശോയ്ക്ക് വേണ്ടി ഒരു തിരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ഒരു കുടുംബത്തിൽ തന്നെ പിതാവ് പുത്രനെയും മരണത്തിൽ ഏൽപ്പിച്ചു കൊടുക്കും, സഹോദരനെയും ഏൽപ്പിച്ചു കൊടുക്കും, മക്കൾ മാതാപിതാക്കന്മാർക്കെതിരെ നിന്നവരെ വധിക്കും. എൻ്റെ നാമനിമിത്തം നിങ്ങൾ സർവ്വരാലും ദ്വേഷിക്കപ്പെടും. അടുത്ത പീഡകൾ ഏറ്റുപറയുകയാണ് ഈശോ. അങ്ങനെ കർത്താവിൻ്റെ നാമത്താൽ എല്ലാവരും നിങ്ങളെ ദ്വേഷിക്കും. അപ്പോൾ ഈശോയുടെ സുവിശേഷം എല്ലാവരും ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയല്ല, അതിനെ പ്രതിരോധിക്കുന്ന വലിയ ശക്തി ഉണ്ടാകും. സുവിശേഷത്തെ എതിർക്കുന്ന വലിയ ശക്തികൾ വരും. പക്ഷേ അത് നിങ്ങൾ ഭയപ്പെടരുത്. ഇന്നത്തെ 1-ാമത്തെ വായനയിലേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കും. പുറപ്പാട് 7:1-6 വരെ അഹറോനെ പ്രവാചകനാ, നിൻ്റെ പ്രവാചന നൽകുമെന്ന് മോശയ്ക്ക് വാഗ്ദാനം ചെയ്തതിന് ശേഷം 3-ാം വാക്യത്തിൽ പറയുകയാണ്, ഞാൻ ഫറവോയുടെ ഹൃദയം കഠിനമാക്കും, അവൻ നിൻ്റെ വാക്ക് കേൾക്കുകയില്ല. അപ്പം അങ്ങനെ അഹറോൻ എന്ന് പ്രസംഗിക്കുമ്പോഴും ഫറവോയുടെ ഹൃദയം ഒന്നിനൊന്ന് കഠിനമാവുകയാണ് ചെയ്യുന്നത്. അതിനർത്ഥം എന്താണ്? അനായാസമല്ല അവരെ വിമോചിപ്പിച്ചത്. വളരെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ്. ഈജിപ്തിലെ കഠിനമായി ശിക്ഷിച്ച് അവസാനം 4-ാം വാക്യത്തിൽ പറഞ്ഞ് നിന്നെ പുറത്ത് കൊണ്ടുവരും, വിമോചിച്ച് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് നിങ്ങൾ മനസ്സിലാക്കും. അങ്ങനെ മോശയും അഹ്റോനും കർത്താവ് കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അപ്പോൾ തിന്മയുടെ ശക്തികൾ, വിമോചനത്തെ എതിർത്തിരുന്ന ആ ശക്തികൾ, അതിനെയെല്ലാം ദൈവം പരാജയപ്പെടുത്തും. ഇതുപോലെ തന്നെയാണ് സുവിശേഷത്തിലും പറയുന്നത്, ദൈവികമായ ശക്തിയിൽ പരാജയപ്പെടും. ഇന്ന് 2-ാമത്തെ വായന ജെറമിയ 11:8 മുതൽ 23 വരെ, കൊലയ്ക്ക് കൊണ്ടുപോകുന്ന ശാന്തനായ കുഞ്ഞാടിനെ പോലെയാണ് ഞാൻ. ജെറമിയയ്ക്കെതിരെ
ഗൂഢാലോചന നടത്തുന്ന ആളുകളെക്കുറിച്ച് പറയുകയാണ് 19 വാക്യത്തിൽ. ഫലത്തോടുകൂടി വൃക്ഷത്തെ നമുക്ക് നശിപ്പിക്കാം, ജീവിക്കുന്നവരുടെ നാട്ടിൽ നിന്ന് അവനെ പിഴുതെറിയാം, ഇനി അവൻ്റെ പേരാരും ഓർമ്മിക്കരുതെന്ന് അവർ ഗൂഢാലോചന നടത്തിയത് എന്നെക്കുറിച്ചാണ് എന്ന് ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ ഈ പ്രവാചകനെയും അവർ ഇരുകൈകളും നീട്ടി സ്വീകരിക്കുന്നില്ല. പ്രവാചകനെയും കൊല്ലാൻ ആഗ്രഹിക്കുകയാണ്, കല്ലെറിയാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ ദൈവം പ്രതികാരം ചെയ്യും. കർത്താവിൻ്റെ നാമത്തിൽ പ്രവചിക്കരുതെന്ന് പറഞ്ഞവരെല്ലാം ഇല്ലാതായി തീരുമെന്നാണ് അവസാന ഭാഗത്ത് പറയുന്നത്. അപ്പോൾ കർത്താവിൻ്റെ ആ വചനം പ്രഘോഷിക്കുന്ന സ്നേഹന്മാർക്ക് ഈ പ്രവാചകർമക സംഭവിച്ചതുപോലെ തന്നെ സംഭവിക്കും, എതിർപ്പുകളുണ്ടാകും. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും. കർത്താവ് അതിന് ഈ എതിർപ്പുകൾക്കിടയിലും മോഹനമായ സത്യം, മോഹനമായ ആശ്വാസവചനങ്ങൾ നൽകുക, അവസാനം വരെയും സഹിച്ചു നിൽക്കുക. എക്സ്കറ്റോളജിക്കൽ സഫറിങ് ആണ്. അവസാനം വരെയും യുഗാന്ത്യം വരെയും ഉറച്ചു നിൽക്കുക, സഹിച്ചു നിൽക്കുക. അപ്പോൾ രക്ഷ പ്രാപിക്കും. അപ്പോൾ സഹനത്തിലൂടെ പെർസിവിയറൻസ്, നിലനിൽപ്പിൻ്റെ വരവെന്ന് പറയുമല്ലോ, അതിലൂടെ നിൽക്കുമ്പോൾ രക്ഷ പ്രാപിക്കും. ഒരു പട്ടണത്തിൽ നിങ്ങൾ പീഡിപ്പിക്കുമ്പോൾ മറ്റൊന്നിലേക്ക് ഓടിപ്പോകുവിൻ. മനുഷ്യപുത്രൻ്റെ ആഗമനത്തിന് മുമ്പ് ഇസ്രായേലിലെ പട്ടണങ്ങൾ നിങ്ങൾ ഓടിത്തീരുകയില്ല. അപ്പോൾ മത്തായി സുവിശേഷകൻ പറയുന്നത് ആ സുവിശേഷ കാലഘട്ടം കൊണ്ട് ഇത് തീരുകയില്ല. ഇനിയും ഒരുപാട് ആളുകൾ അറിയേണ്ടിയിരിക്കുന്നു, മറ്റൊരു പട്ടണത്തിൽ നിന്ന് അടുത്ത പട്ടണത്തിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. ദാനിയേൽ 7:13 പറയുന്ന മനുഷ്യപുത്രൻ, അത് യുഗാന്ത്യത്തിൽ വരുന്ന ആ ഈശോയെക്കുറിച്ചുള്ള ഒരു പ്രവചനമാണ്. അവൻ്റെ ആഗമനം വരെ എന്ന് പറഞ്ഞാൽ രണ്ടാം ആഗമനം വരെയും ഈ ദൗത്യം തുടരേണ്ടിയിരിക്കുന്നു. എന്നിട്ട് ഈശോ പറയുകയാണ്, ഒരു ശിഷ്യൻ, ഒരു പ്രേക്ഷിതൻ അവൻ്റെ മാതൃകയായിട്ട് കാണേണ്ടത് തൻ്റെ ഗുരുവായ ഈശോയാണ്. അതാണ് മിശിഹാനുകരണം, ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ്. 24 മുതൽ 25 വരെ പറയുകയാണ്, ഗുരുവിനേക്കാൾ വലിയവനല്ല ശിഷ്യൻ, പുറത്തിന് യജമാനേക്കാൾ വലിയവനല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈശോയ്ക്ക് സംഭവിച്ചത് അതാണ് ഒരു ശിഷ്യന് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഗൃഹനാഥനെ ബേൽസബൂൽ, ഫിലിസ്തീൻ ദൈവമാണ് ബേൽസബൂൽ എന്ന് വിളിച്ചെങ്കിൽ അവൻ്റെ കുടുംബാംഗങ്ങളെ എന്ന് തന്നെ വിളിക്കുകയില്ല. അപ്പോൾ ഈശോയ്ക്ക് സംഭവിച്ചത് തന്നെ അവരും സംഭവിക്കും. സഹനങ്ങളുണ്ടാകും. പക്ഷേ കർത്താവ് മറുവശത്ത് ഈ ശിഷ്യന്മാർക്ക് നൽകുന്ന ആ മനോഹരമായിട്ടുള്ള വാഗ്ദാനങ്ങളാണ്. നിർഭയം സാക്ഷ്യം നൽകുക. 3 പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. 26 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട. 28 വാക്യത്തിലും 31 വാക്യത്തിലും ആവർത്തിക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ കണ്ടല്ലോ 19 വാക്യത്തിൽ നിങ്ങൾ ആകുലപ്പെടേണ്ട. അപ്പോൾ ഒരു പ്രേക്ഷിതൻ, ഒരു ശിഷ്യൻ ആകുലതകളും ഭയങ്ങളുമെല്ലാം മാറ്റിവെച്ച് തനിക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യം, അത് അപ്രതിരോധ്യമെന്ന് കരുതുന്ന സാഹചര്യങ്ങളിൽ പോലും ആ ദൗത്യം പ്രഘോഷിക്കുക എന്നാണ് ഈശോ പറയുന്നത്. നിർഭയം സാക്ഷി നൽകുക. മറിഞ്ഞിരിക്കുന്നത് വെളിപ്പെടാതിരിക്കുകയില്ല, നിഗൂഢമായിരിക്കുന്നു അറിയപ്പെടാതിരിക്കുകയില്ല. ഞാൻ ചെവികളിൽ മന്ത്രിച്ചത് പുരമുകളിൽ നിന്ന് പ്രഘോഷിക്കുവിൻ. അങ്ങനെ കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുവിൻ. അപ്പം അങ്ങനെ പ്രഘോഷിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ശരീരത്തെ കൊല്ലുമെങ്കിലും ആത്മാവിനെ കൊല്ലുവാൻ കഴിയാതിരിക്കുന്നതിനെ ഭയപ്പെടേണ്ട. അപ്പോൾ ഭയപ്പെടേണ്ടത് ആരാണ്? ശരീരത്തെയും ആത്മാവിനെയും കൊല്ലുവാൻ കഴിയുന്നവനായ കർത്താവിനെയാണ് ഭയപ്പെടേണ്ടത്. നിങ്ങളുടെ പിതാവിൻ്റെ അറിവ് കൂടാതെ നിങ്ങളുടെ മുടിനാര് പോലും ദിനം പതിക്കുകയില്ല. 2 കുരുവികൾ ഒരു നാണയത്തൊട്ടിന് വിലക്കപ്പെടുന്നില്ലേ? അതും നിലപതിക്കുകയില്ല. ഒരു തലമുടി ഇഴയും എണ്ണപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഏറ്റവും വില കുറഞ്ഞ ഒരു കുഞ്ഞ് കുരുവി, ഒരു നാണയത്തൊട്ടിൽ 2 കുരുവി. അപ്പോൾ അത്രയും വില കുറഞ്ഞ ഒരു കുരുവിക്ക് ദൈവസന്നിധിയിൽ വിലയുണ്ട്. നിങ്ങളുടെ മുടിനാരിഴകൾ പോലും സംരക്ഷിക്കപ്പെടും. അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരാണല്ലോ നിങ്ങൾ. അപ്പോൾ കർത്താവ് വാസ്തവത്തിൽ ഈ ആശ്വാസവചനങ്ങളും വാഗ്ദാനങ്ങളും നൽകുക. അതാണ് കർത്താവ് നൽകുന്ന ശക്തി. ഈ ശക്തിയിലാണ് സുവിശേഷം പ്രഘോഷിക്കപ്പെട്ടത്. എന്നിട്ട് കർത്താവ് പറയുകയാണ്, സ്വർഗ്ഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ ഞാനും ദൈവദൂതന്മാരുടെ മുമ്പിൽ ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാൻ ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പ് എന്നെ തള്ളിപ്പറയുന്നവനെ എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവിനും ഞാനും തള്ളിപ്പറയും. ഏറ്റുപറയുക, കൺഫെഷൻ, വിശ്വാസത്തിൻ്റെ പ്രഘോഷണത്തിൻ്റെ തുടർച്ചയാണ് ഏറ്റുപറച്ചൽ. നമ്മുടെ കുർബാനയിൽ നമ്മൾ സർവാധിപനാമെന്ന് പാടുമ്പോൾ അതിൻ്റെ വാക്ക് ശരിക്കും മൗദീനാൻ, ഏറ്റുപറത്ത സ്വരത്തിൻ്റെ നാഥ നിന്നെ ഞങ്ങൾ ഏറ്റുപറയുന്നു എന്നാണ്. കുർബാനയുടെ അനാഫറ, കൂദാശ ഭാഗം എന്ന് പറഞ്ഞാൽ ഒരു ഏറ്റുപറച്ചിലാണ്, കൺഫെഷനാണ്, വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലാണ്. വിശ്വാസം ഏറ്റുപറയുമ്പോഴാണ് വിശ്വാസം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാനുള്ള ശക്തി നമുക്ക് ലഭിക്കുന്നത്.
ആ പരമമായ ശക്തി മൺപാത്രങ്ങൾ പോലെയുള്ള ദുർബലരായ മനുഷ്യരിലൂടെ കർത്താവ് വെളിപ്പെടുത്തുകയാണ്. പൗലോസ്ലീഹയുടെ ഇന്നത്തെ ലേഖനം അതാണ്. കർത്താവിൻ്റെ ആ ശക്തി, ആ ഒരു ഏറ്റുപറച്ചിലാണ് ഇന്നത്തെ ലേഖന ഭാഗത്തിൽ നമ്മൾ കാണുന്നത്. പൗലോസ്ലീഹ പറയുകയാണ്, എല്ലാ വിധത്തിലും 8-ാം വാക്യം 2 കൊരിന്ത്യർ 4:8, എല്ലാ വിധത്തിലും ഞങ്ങൾ ഞെരുക്കപ്പെടുന്നു, പക്ഷേ ഞങ്ങൾ തകർക്കപ്പെടുന്നില്ല. ഞങ്ങൾ വിഷമിപ്പിക്കപ്പെടുന്നു, ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല. ഞങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു, എങ്കിലും പരിത്യജിക്കപ്പെടുന്നില്ല. ഞങ്ങൾ അടിച്ചു വീഴ്ത്തപ്പെടുന്നു, എങ്കിലും നശിപ്പിക്കപ്പെടുന്നില്ല. ഈശോയുടെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന് അവൻ്റെ മരണം ഞങ്ങളെല്ലായ്പ്പോഴും എൻ്റെ ശരീരത്തിൽ സംഭവിക്കുന്നു. അപ്പോൾ എത്ര തല്ലിച്ചതച്ചാലും എത്ര ശാരീരിക പീഡകൾ ഏൽപ്പിച്ചാലും ഒരിക്കലും ഒരു പ്രേക്ഷിതനെ അവൻ്റെ ആത്മീയമായ അദമ്യമായ ശക്തിയെ കെടുത്തുവാൻ ഒരു ശക്തിക്ക് സാധിക്കുകയില്ല. കാരണം കർത്താവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന് ഞങ്ങൾ അവൻ്റെ മരണത്തെ സംവഹിക്കുന്നു. ഇപ്പോൾ കർത്താവിൻ്റെ ജീവൻ ആത്യന്തികമായി ഞങ്ങൾ പ്രത്യക്ഷമാകും. അതുകൊണ്ട് ഞങ്ങൾ ഈശോയെ പ്രതി സദാ മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. കൊലയ്ക്ക് കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ എന്ന് യെരമ്യാ പ്രവാചകൻ പറഞ്ഞത് ഇവിടെ പൂർത്തിയാവുകയാണ്. അതുകൊണ്ട് പൗലോസ്ലീഹ പറയുകയാണ്, അതിനാൽ ഞങ്ങൾ വിശ്വസിച്ചു, അതിനാൽ ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയവൻ്റെ വിശ്വാസ ചൈതന്യം ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഞങ്ങളും വിശ്വസിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു. സങ്കീർത്തനം 116 അനുരൂപപ്പെടുത്തി പൗലോസ്ലീഹ പറയുന്ന വാക്യമാണിത്. വിശ്വസിക്കുകയും അത് ഏറ്റുപറയുകയും അത് പ്രചരിപ്പിക്കുകയും സംസാരിക്കുകയും ചെയ്യുക ഒരു പ്രേക്ഷിതൻ്റെ ദൗത്യം അതാണ്. അങ്ങനെ കർത്താവ് ഈശോമിശിഹായെ ഉയർപ്പിച്ചവൻ ഈശോയോടുകൂടെ ഞങ്ങളെയും ഉയർപ്പിക്കും. അപ്പം ഒരു പ്രേക്ഷിതൻ ജീവൻ്റെ പ്രഘോഷകനാണ്. ലൗകികമായ ഒരു ശക്തിക്കും അവനെ തളർത്തുവാൻ സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ ആത്മാവ് അവനോട് പ്രവർത്തിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ സമൃദ്ധമാകുന്നതിന് വേണ്ടി കൂടുതൽ ദൈവമഹത്വത്തിന് വേണ്ടി ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് 16-ാം വാക്യത്തിൽ, ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല. ഞങ്ങളിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു. അങ്ങനെ ഉള്ള ഒരു നവീകരണം, അതാണ് ഈ ശ്ലീഹാകാലത്തിൽ ഓരോ ശിഷ്യനും സ്വായത്തമാക്കേണ്ടത്. ആന്തരിക മനുഷ്യൻ ശക്തിപ്പെടുക, ആന്തരികമായി ശക്തിപ്പെടുക. ഊരിപ്പളമായ കാര്യങ്ങളിൽ പെട്ട് ഉരഞ്ഞ് ജീവിത ദൗത്യം, ആ ദൗത്യം നഷ്ടപ്പെടുത്താതിരിക്കുക. അത് മിഷൻ, ആ ദൈവികമായ ദൗത്യത്തിൽ പങ്കുചേരുന്നതിൽ നിന്ന് പിന്നോക്കം പോകാതെ മറ്റ് കാരണങ്ങൾ കൊണ്ട് പിന്നോക്കം പോകരുത്. അതുകൊണ്ട് ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണികവുമാണ്. ദൃശ്യമായവയിലല്ല അദൃശ്യമായവയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അങ്ങനെ യുഗാന്ത്യോന്മുഖമായ ഒരു ജീവിതം നയിക്കുവാൻ ഈശോ ചെയ്ത ആഹ്വാനത്തിൻ്റെ തുടർച്ചയാണ് പൗലോസ്ലീഹ നൽകുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ആഹ്വാനം സ്വീകരിച്ച് ആ ദൈവിക ചൈതന്യം നിറഞ്ഞ പ്രേക്ഷിതരാകുവാൻ നമുക്ക് ശ്രമിക്കാം. പ്രേക്ഷിത പ്രവർത്തനം, ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കൽ, അത് നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലകളിൽ സത്യത്തിന് സാക്ഷ്യം വഹിക്കുക. അത് തൊഴിലിടങ്ങളിലാകട്ടെ, ഓഫീസുകളിലാകട്ടെ, നമ്മൾ ഏർപ്പെടുന്ന ഏത് മേഖലകളിലാകട്ടെ, സത്യത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ ഉണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾ, പീഡകൾ, അവമതിപ്പുകൾ അതെല്ലാം നിസ്സാരമായി കണക്കാക്കിക്കൊണ്ട് തൃണവൽക്കരിച്ചുകൊണ്ട് കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുമ്പോൾ കർത്താവ് നമ്മയും ദൈവസന്നിധിയിൽ മഹത്വപ്പെടുത്തും. അപ്പം അങ്ങനെ നിർഭയം സാക്ഷ്യം വഹിക്കുവാനുള്ള ശക്തി നമുക്ക് ലഭിക്കണം. സഭയെക്കുറിച്ചുള്ള പ്രവചനമാണ് ഈശോ നൽകുന്നത്. ഭാവി സഭയിലും ഇതുപോലെയുള്ള വിഭാഗീയതകളും പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും ഉണ്ടാകുമ്പോൾ ഭഗ്നാശരാകാതെ ആന്തരികമായ ആ സഭയെ ശക്തിപ്പെടുത്തുവാൻ നമ്മളുടെ ജീവിതം വഴി, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ വഴി, സുഹൃത ജീവിതം വഴി, സാക്ഷ്യം വഴി ശക്തിപ്പെടുത്തുവാൻ, അങ്ങനെ ആത്മീയമായ നാമം വളരുവാനും ഈശോയുടെ ആ പ്രേക്ഷിത ചങ്ങലയിൽ കണ്ണിയായിത്തീരുവാനും ഉള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.